ഇനി നമുക്ക് അടിപൊളി ഒരു ഇലട ഉണ്ടാക്കിയാലോ. അപ്പൊ അടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അടയ്ക്കുള്ള തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്തത്. ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ തേങ്ങയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അട ഉണ്ടാക്കാൻ നമ്മളെടുത്തത് പൊടുണ്ണീൻ്റെ ഇല കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ ഇലക്ക് എന്താ പറയാ? അപ്പൊ മാവ് നമുക്ക് ഇലയിൽ പരത്തി കൊടുക്കണം. അപ്പൊ ഇലയിൽ നമ്മൾ മാവ് മാക്സിമം പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് മിക്സ് ചെയ്ത തേങ്ങയും ശർക്കരയും ഇതിൽ പരത്തി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇല നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ അടയൊക്കെ പരത്തി കഴിഞ്ഞു. അപ്പൊ അട വേവിക്കാനുള്ള വെള്ളം വെക്കാം. അട വേവിക്കാൻ വേണ്ടി പാത്രം വെച്ചെടുക്കേ. വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പൊ അട ഓരോന്നായി നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം. അട വെന്ത് വരട്ടെ കേട്ടോ. അപ്പൊ കുറച്ച് സമയം അതിൽ വെച്ചിട്ട് നമ്മൾ അടയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. നല്ല മണം. നല്ല ചൂടാണ്. ആവി വരുന്നുണ്ട്. അടിയിലുള്ള നമുക്ക് നല്ല വെന്തിട്ടുണ്ടേ. ചൂടാ. അടിപൊളിയല്ലേ?